ഡോക്ടർ ശിവദാസൻ ദാ നോക്കൂ, ഇപ്പം ഇവിടെ ഈ പറഞ്ഞ അർത്ഥത്തിൽ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ KC വേണുഗോപാൽ മാപ്പ് പറയേണ്ടതുണ്ടോ? അത് ദേശാഭിമാനിയിൽ വരാത്തത് കൊണ്ട് മാപ്പ് പറയേണ്ടതില്ല എന്ന ന്യായത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ ലാലേ, പത്രത്തിൽ ഇല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങയുടെ കയ്യിൽ ദേശാഭിമാനി ഉണ്ടെന്നും ആ ദേശാഭിമാനി പത്രം അങ്ങ് വായിച്ചപ്പോൾ വാർത്ത KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവനയെക്കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുമാണ് അങ്ങ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീകുമാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ലാൽ അങ്ങോട്ട് കേൾക്കുന്നില്ലേ? ലാൽ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രീകുമാറിനും കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുകയാണ്. അങ്ങ് പറഞ്ഞതിലൂടെ ഞാൻ കേട്ടത്, ഒന്നാമത് ദേശാഭിമാനി പത്രം ഈ വാർത്ത KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള തൊഴിലാളികളുടെ ക്ഷേമ പെൻഷനെക്കുറിച്ച് ഏറ്റവും മോശപ്പെട്ട നിലയിൽ നടത്തിയ പ്രസ്താവനയെ ദേശാഭിമാനി പത്രം പോലും പരാമർശിച്ചിട്ടില്ല എന്നാണ്. ദേശാഭിമാനി പത്രത്തിൻ്റെ മലപ്പുറം എഡിഷനിൽ 4-ാമത്തെ പേജിൽ നല്ല പ്രാധാന്യത്തോടുകൂടി KC വേണുഗോപാൽ നടത്തിയ ഈ തെറ്റായ പരാമർശത്തെക്കുറിച്ച് അവർ വിശദമായ നിലയിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ആ വാർത്ത വായിക്കുന്നതിലും എനിക്ക് പ്രയാസമില്ല. ഞാൻ ആ വാർത്ത അങ്ങ് ദേശാഭിമാനിയെ ഏറ്റവും വിശ്വാസ്യതയോടുകൂടി കാണുന്ന ഒരാളെന്ന നിലയിൽ, ദേശാഭിമാനിയുടെ വാർത്തയ്ക്ക് വലിയ വില നൽകുന്ന ഒരാളാണ് ആയതുകൊണ്ടാണല്ലോ അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയെപ്പോലൊരാൾ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത കേൾക്കാതാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ വാർത്ത വായിക്കുകയാണ്. ക്ഷേമ പെൻഷനെ ആക്ഷേപിച്ച് വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി പണമാണ് ക്ഷേമ പെൻഷൻ എന്ന് ആണ് അധിക്ഷേപം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണത്തെ അധിക്ഷേപിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി പണമാണ് ക്ഷേമ പെൻഷൻ എന്ന് വേണുഗോപാൽ ആക്ഷേപിച്ചു. വാർത്ത മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല. ഏതായാലും ദേശാഭിമാനി പത്രം പൂർണ്ണമായ നിലയിൽ തന്നെ വായിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഈ ചർച്ചയിലൂടെ അങ്ങ് കൈക്കൊള്ളുമെന്ന് ഞാൻ കരുതുകയാണ്.